അങ്ങനെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. സ്വാഭാവിക മരണമായിട്ട് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ആരും അറിയാതെ പോകേണ്ട ഒരു വിഷയമായിരുന്നു ഇപ്പോൾ. അതാണ് ഇപ്പൊ ഇത്രയും ഒരു വലിയൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ചാനലൊന്നും ചർച്ച ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. അവർക്ക് വേണ്ടതൊക്കെ 2 ദിവസം കൊണ്ട് കിട്ടി. ഇപ്പൊ ഒരു ചാനൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ആ വീട്ടുകാരുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു പാളിച്ച പറ്റിയതാണ് ഇത്രയും ഒരു വിഷയം ഉണ്ടാവാനുള്ള കാരണം. ഈ കടപ്പിലായ ആള് നടന്നുപോയി അവിടെ പോയിരുന്ന സമാധിയായി എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയത് ഈ വീട്ടുകാരാണ്. കാരണം അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഉള്ളൂ ഭാവിയിൽ ഇവർക്ക് കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടില് പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ മതമാണ്. അതിനെ എന്താ പറയാ, മാറ്റിമറിക്കാൻ വേറെ ഒന്നിനും പറ്റില്ല. മതം എന്ന് പറയുന്ന സംഭവം അതിനെ വിറ്റ് ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പാളിപ്പോയി. ഇനിയിപ്പോ എന്തായാലും ആ വീട്ടുകാർക്കെതിരെ ഇനി നിയമപരമായിട്ട് ഇനി ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് എങ്ങനെ വേണമെങ്കിലും ബോഡി സംസ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇനി അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ കുറെ കുറ്റങ്ങൾ പറഞ്ഞ നാട്ടുകാരാണ് ഇപ്പോൾ മണ്ടന്മാരായത് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ നമ്മുടെ നാട്ടില് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടെ നമുക്കുണ്ട്. അത് മുതലെടുത്താണ് പലരും പല കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട്. അത് അവിടുത്തെ കളക്ടറാണ്. പുള്ളി ഈ ഒരു എന്താ പറയുക കാര്യം അറിഞ്ഞിട്ട് പുള്ളി ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുണ്ട്. അതായത് എടുത്തു ചാടി ആ കല്ലറ പൊളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ കോടതിന്റെ വിധി വന്ന് ആ വിധിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇനിയിപ്പോ നാളെ വീണ്ടും ആചാരാനുഷ്ഠാനത്തോടു കൂടി ആ ബോഡി സംസ്കരിക്കാനുള്ള ഇത് ഒരു ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് അവർക്ക് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. സത്യം പറഞ്ഞ ആ കുടുംബം ശരിക്കും ഇപ്പോഴാണ് രക്ഷപ്പെട്ടത്. ഇത്രയും വലിയ പബ്ലിസിറ്റി ഇനി ആ കുടുംബത്തിന് കിട്ടാനില്ല, ആ സമാധിക്ക് കിട്ടാനില്ല. ഇനി ഭക്തരുടെ ഒഴുക്കായിരിക്കും ഞാൻ സമാധിയിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഇവിടെ ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് മൃതദേഹത്തിനും ഉണ്ട് അവകാശം, അങ്ങനെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അസ്വാഭാവികത ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വലിയ പ്രശ്നമായതും വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതും. അതുകൊണ്ട് ഇപ്പോൾ സത്യം തെളിയിക്കാൻ പറ്റി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവിക മരണമായിരുന്നെങ്കിൽ ഒരിക്കലും അതിനെ സമാധിയാക്കാൻ പറ്റില്ല. ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സമാധിയായിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നാലേ ആളുകളെ പറ്റിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല, കഴിഞ്ഞു. ഇനി അത് വിടുക എന്നുള്ളത് തന്നെയാണ്.